നമസ്കാരം. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം. ഇപ്പോൾ ഇങ്ങനെയാണ് കാലം. ഈ കാലത്ത് സ്വന്തത്തിനും ബന്ധത്തിനുമൊന്നും ഒരു വിലയുമില്ല. ചിലപ്പോൾ സുഹൃത്തുക്കൾ, ആ ബന്ധം ചിലപ്പോൾ കുറച്ചുകൂടെ അടുപ്പമുള്ളതായിരിക്കും. നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ക്രൈസിസിലാകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അടുപ്പക്കാരുമൊന്നും നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നുണ്ടാകില്ല. അതേസമയം നമ്മുടെ ചില സുഹൃത്തുക്കൾ, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ പഠിച്ചവരും ഇല്ലാത്ത സുഹൃത്തുക്കളും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ടുണ്ടാവും. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ സുഹൃത്തുക്കളുമല്ല, ചില സുഹൃത്തുക്കൾ. അതായത് നമ്മുടെ വിഷമം അവൻ്റെയോ അല്ലെങ്കിൽ അവളുടെ വിഷമമായി കണക്കാക്കി നമുക്ക് വേണ്ട മോറൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകാൻ സുഹൃത്തുക്കൾക്ക് കഴിയും. കാരണം ഇപ്പോൾ ന്യൂക്ലിയർ കുടുംബമാണ്. ന്യൂക്ലിയസിനകത്തേക്ക് വലിഞ്ഞു കൂടുക എന്നുള്ളതാണ് അവർക്ക് താല്പര്യം. അപ്പോൾ സ്വന്തം കുടുംബത്തിലേക്ക് വലിച്ചു കയറ്റുക, എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഊറ്റിയെടുക്കാമോ എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഓരോ കുടുംബാംഗങ്ങളും ചിന്തിക്കുന്നത്. അവർക്ക് സഹോദര ബന്ധങ്ങളെല്ലാം ഒരു വിവാഹത്തോടെ നഷ്ടപ്പെടുന്നു. അതിനുശേഷം അവരുടെ ഫാമിലി, അങ്ങനെ ഒരു സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല. പിന്നെ പറയണോ കസിൻസിൻ്റെയൊക്കെ കാര്യം? പക്ഷെ ചില കസിൻസ് ഉണ്ട്, അവർ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ ഈ അമേരിക്കയിലേക്കുള്ള സിസ്റ്റം പോലെ അവരെ ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം ചെറിയൊരു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ അവരും സ്വയം പര്യാപ്തരാകട്ടെ. കാരണം നാളെ അവനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒത്തിരി പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവൻ എന്തെങ്കിലും തൊഴിൽ പഠിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കട്ടെ. അങ്ങനെയാവുമ്പോൾ അവർക്ക് പരാശ്രയമില്ലാതെ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഭാവിയും സുനിശ്ചിതമാക്കുക. വയസ്സുകാലത്ത് മക്കൾ നോക്കണമെന്നില്ല. ഇനി നിങ്ങൾ പറയുന്നുണ്ട്, എല്ലാം എഴുതി കൊടുത്തിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടിടുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് കോടതിയിൽ കേസ് കൊടുക്കാമെന്ന്. ഒരു അച്ഛനും അമ്മയും അത് ചെയ്യില്ല. അമ്മമാർ പ്രത്യേകിച്ചും ചെയ്യില്ല. അതുകൊണ്ട് ഈ സ്വന്തവും ബന്ധവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുകയും സ്വയം പര്യാപ്തത നേടുകയും ചെയ്യുക.